അപ്പം ഇന്ന് ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറയാം. ഞങ്ങളുടെ 10ാം ക്ലാസ് ബാച്ച്. 10ാം ക്ലാസ് ബാച്ചിലെ എല്ലാവരും ഒന്നുമില്ല, ഞങ്ങൾ കുറച്ച് ഗ്യാങ്ങായിട്ടുണ്ടായ ഒരു 5-6 പേരുണ്ട്. അതിലിപ്പോൾ ഞങ്ങൾ 5 കൂടി. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ബീച്ചാണത്. നല്ല രസമാണ്. പക്ഷെ ഇത് നമ്മുടെ സുനാമി വരുന്നതിന് മുമ്പ് നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോഴും കുറവൊന്നുമില്ല, എന്നാലും ഇതിനേക്കാൾ ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ബീച്ച്. നല്ല രസമാണ്. പക്ഷെ സാധാരണ ബീച്ച് പോലെ ഒരുപാട് കടയോ സ്നാക്സ് അങ്ങനെ ഇതൊന്നുമില്ല. ചെറിയൊരു 2-3 കടകൾ മാത്രം. ഞങ്ങൾ സാധാരണ ഇങ്ങോട്ട് വരുമ്പോൾ ഫുഡൊക്കെ കരുതിയിട്ട് വരും. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡൊക്കെ ഉച്ചക്കത്തെ ലഞ്ചും കൂടിയൊക്കെ കൊണ്ടുവന്നു. ബിരിയാണി ആയിരുന്നു. അത് വന്നൊരു ബെഡ്ഷീറ്റൊക്കെ പിരിച്ച് ഞങ്ങളവിടെ നിന്ന് നല്ല രസമുണ്ടായി. ഇനി ബിരിയാണീൻ്റെ സ്വാദാണോ അവിടെ ഇരുന്ന് കഴിക്കുന്നതിൻ്റെ സ്വാദാണോ അതല്ല ഒരു വർഷം ഞങ്ങൾ കൂടിയിട്ട് അപ്പോൾ അതിൻ്റെ സ്വാദാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് കുറച്ച് ടൈമായപ്പോൾ കുറച്ച് അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ നേരെ ഞങ്ങൾ കാഞ്ഞങ്ങാട് ഒരു കൂൾ ബാറിലോട്ട് പോയി. അപ്പോൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അവസാനം ഒരു അരമണിക്കൂറിൻ്റെ തെരച്ചിലിന് ശേഷം ഓരോന്നൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾ അവിടുന്ന് കുറേ തമാശകളൊക്കെ പറഞ്ഞു. എന്തൊരു രസമായിരുന്നു അറിയോ. ഞങ്ങളെ 10ാം ക്ലാസ് ഓർമ്മ വന്നു ശരിക്കും. ഇപ്പം എല്ലാവരും എല്ലാ ഭാഗത്തും ഓരോരോ സൈഡായി. അപ്പം ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കിട്ടൂല. അങ്ങനിപ്പോൾ എല്ലാവരും ഒത്തു വന്നപ്പോൾ എല്ലാവരും ഒന്നും ഇല്ല, ഉള്ളവർ വെച്ചിട്ട് ഞങ്ങളൊന്ന് കൂടിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അത്രയും നല്ലൊരു മൊമെൻറ്റ്. ഞങ്ങളിപ്പോൾ ഒരു വർഷമായി ശരിക്കും കൂടാതെ. ഒരു വർഷം മുമ്പായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് കൂടിയത്. അതൊരു മഴയത്തായിരുന്നു. അത് ഇതിനേക്കാൾ വൈബുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, സൗഹൃദങ്ങൾ എപ്പോഴും നമുക്ക് നമ്മുടെ സ്ട്രെസ്സ് ഒഴിവാക്കാനും എല്ലാം മറന്ന് സ്പെൻഡ് ചെയ്യാനും സന്തോഷിക്കാനുള്ളൊരു മൊമെൻറ്റ്സ് ഉണ്ടാക്കുക സൗഹൃദങ്ങളിൽ നിന്നാണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ കുറേ ലൈറ്റാകുമ്പോൾ ഞങ്ങൾ വീണ്ടും കുറേ നേരം വർത്താനം പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു.